ഇന്ന് മോസ്റ്റ് വാണ്ടഡ് വീഡിയോ ആണ്. വേറെ ആരുമല്ല വാണ്ട് ചെയ്തത്, ഞാൻ തന്നെയാണ്. കുറെ കാലമായിട്ട് വിചാരിക്കായിരുന്നു വീട്ടിലുള്ള പശുവിനെ കുറിച്ച് നാല് പറയണം എന്നുള്ളത്. ഇപ്പോഴാണ് അതിനൊരു മൂഡ് വന്നത്. എന്ന് തുടങ്ങിയാലോ. ഇവിടെ ഒരു പശുവുണ്ട്, അതിനൊരു കുട്ടിയുണ്ട്. കുട്ടി വളർന്നു വലുതായി അമ്മയെക്കാളും ആയി. പലപ്പോഴും തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്, ഇവിടുത്തെ പശുവിനൊക്കെ എന്തൊരു സുഖാണ്. വീട്ടുകാർക്ക് പാല് കൊടുക്കേണ്ട ഒരു പണി മാത്രമേ ഉള്ളൂ. പാലൊക്കെ കറന്ന് പുറത്തു വരുമ്പോഴേക്കും പശുവിനുള്ള കാടിവെള്ളം റെഡി ആയിട്ടുണ്ടാവും. ഇവിടെ സുലഭമായിട്ട് കിട്ടുന്ന ചക്ക, മാങ്ങ, വാഴപ്പഴം ഇതൊക്കെ കാടിവെള്ളത്തിലിട്ട് തിളപ്പിച്ചാണ് പശുവിന് കൊടുക്കുന്നത്. കൂടാതെ പിണ്ണാക്കും തവിടും ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കുടിച്ചു കഴിഞ്ഞാൽ ആശമാരെ തൊടിയിൽ കൊണ്ടുപോയി കെട്ടിയിട്ടുണ്ടാവും. ഇവിടെ എവിടെ നോക്കിയാലും പച്ചപ്പാണ്, എവിടെ നോക്കിയാലും പുല്ലാണ്. എങ്കിലും ഈ പശുക്കൾക്കൊക്കെ ഒരു VIP വിചാരമാണെന്ന് പലപ്പോഴും തോന്നാറുണ്ട്. പലപ്പോഴും പുല്ല് തിന്നാതെ മേലോട്ട് നോക്കി നിൽക്കുന്നത് കാണാം. എന്നാൽ പുല്ലെറിഞ്ഞെങ്ങാൻ എന്റെ തൊഴുത്തിലിട്ട് കൊടുത്താലോ, അത് നന്നായി കഴിക്കുകയും ചെയ്യും. ഇതെന്തൊരു ഏർപ്പാടാ. ഇതാ പറഞ്ഞത്, ഇവിടുത്തെ പൈക്കൊക്കെ ഒരു VIP വിചാരമാണെന്ന്. എങ്ങനെയാണെങ്കിലും വൈകുന്നേരം ആകുമ്പോഴേക്ക് അതിന്റെ വയറ് നിറഞ്ഞിട്ടുണ്ടാവും. അതിന്റെ അഹങ്കാരം ഈ പശുക്കളെല്ലാം നമ്മൾ തിരിച്ചു കൊണ്ടുവരുമ്പോൾ നമ്മളോട് കാണിക്കുകയും ചെയ്യും. സാധാരണ പശുക്കളൊക്കെ കെട്ടഴിച്ചുവിട്ട് തന്നെ അത് കൂട്ടിലേക്ക് വരാറാണ് പതിവ്. പക്ഷെ ഇത് നമ്മളിന്ന് മെനക്കെടുത്തിയിട്ടേ കൂട്ടി കയറാറുള്ളൂ. തൊഴുത്ത്. ഈ പശുക്കൾക്ക് വിശാലമായിട്ടുള്ളൊരു തൊഴുത്തുണ്ട് കേട്ടോ. ഏകദേശം 50 വർഷത്തോളം പഴക്കമുള്ളൊരു തൊഴുത്താണ്. നന്നായി മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് ഈ തൊഴുത്ത് ഇപ്പോഴും നല്ല വൃത്തിയായി വിശാലമായിട്ടിരിക്കുന്നത്. ഇവിടെ കവുങ്ങും തെങ്ങിന്റെയൊക്കെ ഇടയിൽ ചാലുകളുണ്ട്. വെള്ളം എത്തിക്കാനായിട്ടുള്ള ചാലുകളാണിത്. അല്ലാത്ത സമയത്ത് ഇതൊക്കെ പുല്ല് കെട്ടി കിടക്കും. ചാലുണ്ടെന്ന് അറിയ പോലും ഇല്ല. ഇതിന്റെ ഇടയിൽ കൂടെ എല്ലാം ഈ പശു ഓടും. നമ്മൾ അതിന്റെ പുറകെ ഓടണം. അല്ലെങ്കിൽ അടുത്ത തൊടിയിലുള്ള ആരുടെയെങ്കിലും വാഴക്കൈ തിന്നിട്ടുണ്ടാവും. പിന്നെ അവർ കംപ്ലൈന്റ് ആയിട്ട് വരും. അത് കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ പുറകെ ഓടുന്നത്. പക്ഷെ ഈ പശു നമ്മളെ മെനക്കെടുത്തുന്നത് ചില്ലറ മെനക്കെടല്ല കേട്ടോ. എല്ലാം സഹിക്കുന്നത് നല്ല ശുദ്ധമായ പാല് കിട്ടുമല്ലോ എന്ന് ആലോചിച്ചിട്ടാ. പക്ഷെ പശു അതിന് ലേശൊരു വിചാരമില്ല. വൈകിട്ട് ഈ പശുവിനൊക്കെ ഒന്ന് അഴിച്ചുവിടാൻ പോകുമ്പോൾ അതിന്റെ ഒരു അഹങ്കാരം കാണണം. ആരോ പറഞ്ഞ പോലെ ദൈവം നേലെ ഇറങ്ങും. നിങ്ങൾക്ക് കാണണോ ഈ പശുവിന്റെ പോക്ക്? ഈ പശു ഇങ്ങനെ നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന കാണുമ്പോൾ ഇതിന്റെ തള്ളപ്പശു പോലും സഹിക്കില്ലെന്ന് പലപ്പോഴും തോന്നാറുണ്ട്. അല്ല, അങ്ങനെയും പറയാൻ പറ്റില്ല. ഇത് തള്ളപ്പശു മോനും കൂടിയിട്ടുള്ള പരിപാടിയാണല്ലോ. പാല് അതാണല്ലോ നമ്മുടെ മെയിൻ. അതുമാത്രമല്ല, ഇതൊരു വലിയ തറവാടായതുകൊണ്ട് എപ്പോഴും ആൾക്കാരായിരിക്കും. വന്നിട്ടും പോയിട്ടും അങ്ങനെ നിറയെ ആൾക്കാർ. ഇവർക്കൊക്കെ ചായ വെച്ച് കൊടുക്കണമെങ്കിൽ പാല് വേണമല്ലോ. അതൊക്കെ വാങ്ങിയിട്ട് ലാഭാവില്ല എന്നുള്ളതാണ് അമ്മയുടെ വെപ്പ്. അതുമാത്രമല്ല, എപ്പോഴും കുട്ടികളുണ്ടാവും. ഒരാളല്ലെങ്കിൽ ഒരാൾ. ഇവർക്കൊക്കെ നിരത്തി കുടിക്കാനും കൊടുക്കും. ശരിക്കും പറഞ്ഞാൽ അമ്മ ബിസിനസ് തുടങ്ങിയിട്ട് ഒരു 30 വർഷമെങ്കിലും ആയിട്ടുണ്ടാവും. ഇപ്പം ബിസിനസ് ഇല്ല, പക്ഷെ ഒരു കാലത്ത് നല്ല ബിസിനസ് ആയിരുന്നു. ഇപ്പോൾ അമ്മയ്ക്ക് വയ്യെങ്കിലും പറയുന്ന ന്യായീകരണം തൊഴുത്ത് വെറുതെ കിടക്കയില്ലേ, അവിടെ വേറെ വലുതും കെട്ടാൻ പറ്റുമെന്നൊക്കെയാണ്. ശരിയാ, ആന മെലിഞ്ഞാൽ പോലും തൊഴുത്ത് കെട്ടാൻ പറ്റില്ലല്ലോ. അങ്ങനെയുള്ളൊരു സമയത്ത് പശു തന്നെ വേണമല്ലോ തൊഴുത്ത് കെട്ടാനായിട്ട്. ഞങ്ങൾക്ക് അമ്മയ്ക്ക് കൊടുക്കാനുള്ളൊരു ഉപദേശം, പുല്ലോ വള്ളിയോ തട്ടിയിട്ടോ ഈ ചാലിലൂടെയോ വീണു പോവല്ലേ എന്നാണ്. അപ്പൊ പറയാ, കയ്യിൽ മൊബൈൽ എടുത്തിട്ടാ പശുവിനൊക്കെ കെട്ടാൻ പോകുന്നതെന്ന്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കാന്ന്. എന്തൊരു മറുപടിയാണിത്? ശരിക്കും ഈ പശുവിന് ഇതിന്റെ ആവശ്യമുണ്ടോ? നേരെ ഇതിന്റെ തൊഴുത്തിലേക്ക് പോയാൽ പോരെ? നമ്മളൊക്കെ വട്ടം കറക്കാന്ന് പറഞ്ഞാൽ അതിനൊരു പരിധിയില്ലേ? ഇത് ഈ പാടത്ത് കൂടെയും പറമ്പിൽ കൂടെയും എല്ലാം ഓടി മറിഞ്ഞ് നമ്മളെ പിന്നാലിട്ട് ഓടിച്ച് നമ്മളെ ശീലിച്ച അവശയായി ഒരു പരുവാവും. പിന്നെ പറയാൻ തോന്നും, നിന്റെ ഒന്നും പാല് വേണ്ടടിയെന്ന്. അടുത്ത വീട്ടിൽ നിന്നും പച്ചവെള്ളപ്പാല് വാങ്ങുന്ന കാര്യം ആലോചിക്കുമ്പോൾ പശുവിനെ എങ്ങനെയെങ്കിലും ഒന്ന് വളർത്തിയാൽ മതി എന്ന് തോന്നും. അങ്ങനെയുള്ള ഒരൊറ്റ തോന്നൽ കൊണ്ടാണ് അമ്മ ഇപ്പോഴും ബുദ്ധിമുട്ടി പശുവിനെ വളർത്തുന്നത്. ഇത് കണ്ടില്ലേ, ചീരത്തോട്ടത്തിൽ കൂടെയും പറമ്പിൽ കൂടെയും ഒക്കെ ഓടി നടക്കുകയാണ്. ഇതിപ്പോ ഈ പാടത്തൊക്കെ വെള്ളം ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. വെള്ളം ഉണ്ടെങ്കിലോ അതിന് പുറകെ നമുക്ക് ഓടാൻ പറ്റുമോ? അത് മാത്രമല്ല, ഈ പശു ഉണ്ടെങ്കിൽ വീട്ടിലുള്ളവർക്ക് എവിടേക്കും പോകാൻ പറ്റില്ല. പിന്നെ പോകുന്നിടത്തൊക്കെ ചിന്തയാവും, പശുവിനാര് വെള്ളം കൊടുക്കും, പശുവിനാര് പാല് കറക്കും, പശുവിനാര് തൊടി കെട്ടും. അങ്ങനെ പല ടൂറുകളും ക്യാൻസൽ ചെയ്ത ഒരു മഹത് വ്യക്തിയാണ് എൻ്റെ അമ്മ. പശുവിനെ കുറിച്ച് തൽക്കാലം എത്രേ പറയുന്നുള്ളൂ. മാമയോടൊന്നും തോന്നല്ലേ പശു. ഇനി ഒരു ഗ്ലാസ് പാല് കുടിച്ചിട്ട് വരാം.